ഹലോ ഗായ്സ്, ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള എളുപ്പമുള്ളൊരു റെസിപ്പി പറയാമെന്ന് വിചാരിച്ചു. ഇതൊരു റെസിപ്പി ആയിട്ടൊന്നും കണക്ക് കൂട്ടണ്ട, എന്നാലും ഈസി ആയിട്ട് കുഞ്ഞുമക്കൾക്കെല്ലാം കൊടുക്കുന്ന ഒരു റാഗി കുറുക്കാണ് ഇത്. ശരിക്കും ആദ്യം നമ്മൾ വെള്ളത്തിലേക്കാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. വെള്ളത്തിലേക്ക് റാഗി പൊടി അല്ലെങ്കിൽ കുവരവിൻ്റെ പൊടി അത് ചേർത്ത് നല്ലവണ്ണം ഇളക്കും. ഇപ്പം നമ്മൾ അടുപ്പിൽ വെക്കില്ല. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്ന ശർക്കരപ്പൊടിയാണ്. ശർക്കരപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ ഈ റാഗി പൊടി കുറുക്കുന്നത്. കുഞ്ഞുമക്കളെന്നല്ല, ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇപ്പോഴും ഞാനിത് കുടിക്കാറുണ്ട്. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സാധനമാണ്. എനിക്ക് പൊതുവെ കുറുക്ക് ഐറ്റംസ് ഒക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറുക്ക് ആയിട്ടുള്ള എല്ലാമേ ഉണ്ടാക്കി കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ മുതൽ ഇന്ന് വരെയും ആ ഒരു ഇഷ്ടം മാറിയിട്ടില്ല. ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഇഷ്ടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നറിയില്ല. പണ്ട് നമുക്കുണ്ടായിരുന്ന ഇഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല, പണ്ട് കുടിച്ചിട്ടുള്ള ആണൊക്കെ. പക്ഷെ എന്നാൽ സെർലാക്ക് അതുപോലത്തെ കുറുക്കുകളോടൊന്നും എനിക്കിഷ്ടമില്ല. കുഞ്ഞിലെ കുടിച്ചിട്ടുണ്ടോയെന്ന് തന്നെ ഓർമ്മയുമില്ല. എന്നാൽ റാഗി ഞാൻ എപ്പോഴും കുടിക്കുമായിരുന്നു. റാഗി ഇളക്കിയതിന് ശേഷം ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് അടുപ്പിൽ വെക്കാതെ ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് കട്ട കൂടാതെ ഇളക്കി വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് പാലും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി. പാല് ചേർക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടകൾ അതിൽ വരും. അപ്പോൾ കട്ടയില്ലാതെ നല്ലവണ്ണം ഇളക്കണം, കൈ എടുക്കാതെ ഇളക്കണം. അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കുറുക്കിലും കൈ എടുക്കാൻ പാടില്ല. കൈ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കുകയും ചെയ്യും, അതുപോലെ കട്ടകൾ കെട്ടുകയും ചെയ്യും. നല്ലവണ്ണം കുറുക്കി വരുമ്പോഴേക്കും പാലൊഴിക്കുമ്പോൾ ഒരു വെള്ള കളർ വരും. അതിനുശേഷം നമ്മൾ കുറുകി അത് കുറച്ചും കൂടെ വേകുമ്പോഴേക്കും വീണ്ടും പഴയ കളറിലേക്ക് വരും, ഒരു ഡാർക്ക് കളറിലേക്ക് വരും. നല്ല വെന്ത് കുറുകി വരുമ്പോൾ നല്ല ചോക്ലേറ്റ് സിറപ്പ് പോലത്തെ ഒരു നിറമാണ് റാഗി കുറുക്കിന് ഉള്ളത്. അതെല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് അംഗനവാടിയിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് തരുന്നൊരു കാര്യമാണ് റാഗി കുറുക്ക്. കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. ശരിക്കും ദേഹം തണുക്കാനും അത് ചൂടുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ മാറാൻ നല്ലൊരു കാര്യമാണ് റാഗിയുടെ കുറുക്ക്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിൽ ഈത്തപ്പഴമാണ് ചേർത്തിരിക്കുന്നത്, ഡേറ്റ്സ് 2 കഷ്ണം മാത്രം ഒന്ന് ചേർത്ത് കുറച്ചൊന്ന് വേവിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉടഞ്ഞു വരും. ഇതിൻ്റെ കൂടെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഇത് തണുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ വെക്കും തോറും കുറച്ചും കൂടെ കട്ടി കൂടി വരും. അപ്പം ഇത്രയേ ഉള്ളൂ കുറുക്കുണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയാണ് എപ്പോഴും ഇടുക. ശർക്കര ഇടുക, അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി ചേർക്കുക, അതാണ് ചേർക്കാറുള്ളത്. അതുകൂടെ ചേർത്താണ് ഞാൻ കുറുക്കുണ്ടാക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം, നല്ലപോലെ വെന്ത് വരണം. അപ്പോഴാണ് നല്ലതായിട്ട് വെന്തെങ്കിൽ മാത്രമേ ഇത് കുടിക്കുമ്പോഴും പെട്ടെന്ന് നല്ലൊരു ടേസ്റ്റും വരത്തുള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞുമക്കൾക്കൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണ്, നല്ലൊരു ഹെൽത്തി ഫുഡാണ് അവർക്ക്.